IVF എന്ന് പറയുന്നത് കൃത്രിമമായ ഗർഭധാരണത്തിന്റെ ഒരു അഡ്വാൻസ് ടെക്നിക് ആണെന്ന് പറയാം. ഇവിടെ സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും ശരീരത്തിന്റെ വെളിയിലെടുത്ത് ഫെർട്ടിലൈസ് ചെയ്യും. ഫെർട്ടിലൈസ് എന്ന് പറഞ്ഞാൽ എഗ്ഗിനെ സ്പെർമിനെ യോജിപ്പിക്കും, എന്നിട്ട് ഭ്രൂണം ഉണ്ടാക്കും. IVF-ൽ ലാബിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ആ എംബ്രിയോസിനെ സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കും. അപ്പോഴാണ് പ്രഗ്നൻസി സംഭവിക്കുന്നത്. ഒരുപാട് പേരുടെ ഒരു സംശയമാണ് IVF-ൽ എഗ്ഗും സ്പെർമും വേറെ ആരുടെയെങ്കിലും ആയിരിക്കുമോ, അതോ ലാബിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയല്ല. IVF-ൽ എഗ്ഗും സ്പെർമും നിങ്ങളുടെ തന്നെ ആയിരിക്കും. പക്ഷേ ചില കേസിൽ മാത്രം അതിൽ ഒരുപാട് ഏജ് കൂടുതലുള്ളവർക്ക്, എഗ്ഗ് ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തവർക്ക്, എഗ്ഗിന്റെ ക്വാളിറ്റി എന്ത് ചെയ്തിട്ട് നല്ലതാവാത്തവർക്ക്, പുരുഷന്മാരിൽ സ്പേം സ്നിൽ ആയവർക്ക്, അല്ലെങ്കിൽ സ്പേം ക്വാളിറ്റി എന്ത് ചെയ്തിട്ട് നല്ലതാവാത്തവർക്ക് ഡോണർ എഗ്ഗും ഡോണർ സ്പേമും വെച്ച് IVF ചെയ്യാവുന്നതാണ്. പക്ഷേ അത് നിങ്ങളോട് നേരത്തെ ഇൻഫർമേഷൻ തരും. അപ്പോൾ അതൊക്കെ അല്ലാതെ IVF-ൽ വേറെ ആരുടെയും സ്പേമും എഗ്ഗും ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ടിയും ടെൻഷൻ ആവേണ്ടിയും ആവശ്യമില്ല. നോർമലി സ്ത്രീകൾക്ക് ഓരോ മാസത്തിലെ സൈക്കിളിലും ഒരു ഫോളിക്കിളാണ് ഉണ്ടാവുന്നത്, ഒരു എഗ്ഗാണ് ഉണ്ടാവുന്നത്. പക്ഷേ IVF-ൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് എഗ്സ് ഉണ്ടാക്കണം. അതിനെയാണ് നമ്മൾ കൺട്രോൾഡ് ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. യൂഷ്വലി പീരീഡ്സിൻ്റെ 2ാം ദിവസമാണ് ഈ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡയറക്റ്റ്ലി IVF ചെയ്യാനായിട്ട് പീരീഡ്സിൻ്റെ 2nd ഡേ വന്ന് ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. IVF സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഷ്യൻസിൻ്റെ സ്ഥിതികളെ എല്ലാം ഒപ്റ്റിമൈസ് ചെയ്യണം. അവരുടെ ഹോർമോണൽ ബാലൻസ് ഇംപ്രൂവ് ചെയ്യും. എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് മെഡിസിൻസും ടിപ്സും ഒക്കെ യൂസ് ചെയ്യും. സ്പേം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. പേഷ്യൻസിന് നേരത്തെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കിയതിന് ശേഷം മാത്രമാണ് IVF പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് നല്ലതായിരിക്കും. IVF-ന്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എഗ്ഗും സ്പേമും നല്ല ക്വാളിറ്റി ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എംബ്രിയോ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതുവഴി IVF സക്സസ്സിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങളുടെ വെയിറ്റ് കൂടുതൽ ആണെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കുക. ഡയറ്റിൽ ഹെൽത്തി ബാലൻസ് ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. എത്രയും പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുന്നു അത്രയും IVF സക്സസ് ആകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. IVF-ൽ യൂഷ്വലി സ്വന്തം എഗ്സ് എടുക്കുമ്പോൾ അവർക്ക് ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് എടുക്കും. പീരീഡ്സിൻ്റെ 2nd ഡേ ഈ ഒരു ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അന്ന് ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട് ചെയ്തു നോക്കും. എന്തെങ്കിലും തരത്തിലുള്ള സിസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ആസ്പിറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ സൈക്കിൾ ക്യാൻസൽ ചെയ്ത് നെക്സ്റ്റ് സൈക്കിളിലോട്ട് IVF ട്രീറ്റ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് ഡെയിലി ഒരേ ടൈമിൽ മറക്കാതെ എടുക്കാൻ ശ്രമിക്കണം. യൂഷ്വലി 9 തൊട്ട് 10 ദിവസം ഇഞ്ചെക്ഷൻസ് എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് അൾട്രാസൗണ്ടും കാണും. അതിൽ ഫോളിക്കിളിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യും. അതനുസരിച്ച് ഈ ഇഞ്ചെക്ഷൻ ഡോസ് കൂട്ടാനും കുറയ്ക്കാനും സെയിം വെക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇഞ്ചെക്ഷൻസ് കൂടെ ആഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ഒരു ട്രിഗർ ഇഞ്ചെക്ഷൻസ് എടുക്കും. അത് യൂഷ്വലി രാത്രിയിലായിരിക്കും തരുന്നത്. അതിനുശേഷം 36 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളുടെ എഗ് പിക്കപ്പ് അല്ലെങ്കിൽ ഓവം പിക്കപ്പ് പ്രൊസീജിയർ ചെയ്യും. ഈ ഒരു പ്രൊസീജിയർ യൂഷ്വലി അനസ്തേഷ്യയുടെ അണ്ടർ ആയിരിക്കും ചെയ്യുന്നത്. ഷോർട്ട് ഇൻട്രാവീനസ് അനസ്തേഷ്യ തരും. അപ്പോൾ എഗ് പിക്കപ്പിൻ്റെ പ്രൊസീജിയറിന് പോകുന്നതിന് എന്ന് പറഞ്ഞാൽ എഗ് പിക്കപ്പിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് ഒന്നും കഴിക്കാതെ വെറും വയറ്റിൽ വേണം നിങ്ങൾ പോകാനായിട്ട്. ഈ എഗ് പിക്കപ്പ് പ്രൊസീജിയർ 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ, കൂടിപ്പോയാൽ 1 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ആകും. 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടും. അതേ ദിവസം തന്നെ ഹസ്ബൻഡിൻ്റെ സ്പേമും എടുക്കും. എന്നിട്ട് IVF-ഓ അല്ലെങ്കിൽ ICSI പ്രൊസീജിയറോ ത്രൂ ഈ എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് കിട്ടിയ എംബ്രിയോസ് ഇൻക്യുബേറ്ററിൽ IVF ലാബിൽ വെക്കും. യൂഷ്വലി എഗ് പിക്കപ്പ് ചെയ്ത ദിവസം തൊട്ട് 2 to 3 ദിവസമോ അല്ലെങ്കിൽ 5 to 6 ദിവസമോ, അതാണ് ബ്ലാസ്റ്റോസിസ് സ്റ്റേജ്, കഴിഞ്ഞ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ ഒരുപാടടുത്ത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. അപ്പോൾ തയ്യാറായ എംബ്രിയോ ഫ്രീസ് ചെയ്തിട്ട് പിന്നീട് നെക്സ്റ്റ് സൈക്കിളിലോ വേറെ ഏതെങ്കിലും സൈക്കിളിലോ മെഡിസിൻസ് ത്രൂ യൂട്രസിനെ പ്രിപ്പയർ ചെയ്ത് പിന്നീട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ സക്സസ് കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ സക്സസ് റേറ്റ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫറിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. അതുമാത്രമല്ല ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ്റെ കോംപ്ലിക്കേഷൻ
ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൽ കുറവായിരിക്കും. മുഴുവൻ IVF പ്രൊസീജിയർ ചെയ്യാൻ 1.5 മാസം തൊട്ട് 2 മാസം വരെയൊക്കെ എടുക്കാറുണ്ട്. ഈ ഒരു ടൈം കുറയാനും കൂടാനും ചാൻസ് ഉണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച്. ചിലപ്പോഴൊക്കെ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ഡേറ്റ് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യാറുമുണ്ട്. എൻഡോമെട്രിയൽ ലൈനിങ് കറക്റ്റ് അല്ല എങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ നടത്താറില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവുകയും പേടിക്കുകയും ഒന്നും ആവണ്ടാട്ടോ. അത് നിങ്ങളുടെ റിസൾട്ടിനെ ഇൻഡയറക്ട്ലി പോസിറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ട്രാൻസ്ഫർ നടത്തിയാൽ അത് നെഗറ്റീവ് ആകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ട്രാൻസ്ഫർ മാറ്റിവെക്കുന്നത്. IVFന്റെ കോസ്റ്റ് സെന്റർ ടു സെന്റർ വേരി ചെയ്യാറുണ്ട്. പക്ഷേ IVF ഇഞ്ചക്ഷൻസും പ്രൊസീജിയേഴ്സും എല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ 1 ലക്ഷം രൂപയിൽ മേലെ വരാറുണ്ട്. IVFന്റെ സക്സസ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്താണ്. നിങ്ങളുടെ ലൈനിങ് നല്ലതാണ്, എഗ് ക്വാളിറ്റി നല്ലതാണ്, സ്പേം നല്ലതാണ്, എംബ്രിയോ നല്ലതാണ് എങ്കിൽ അപ്പോൾ നിങ്ങളുടെ IVF സക്സസ് റേറ്റ് 50 തൊട്ട് 60% ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ലാബ് കണ്ടീഷൻസും ഇൻവോൾവ് ആണ്. നിങ്ങളുടെ എഗ് ക്വാളിറ്റി നല്ലതല്ല എങ്കിൽ ഈ സക്സസ് റേറ്റ് കുറവാകാനും ചാൻസ് ഉണ്ട്. നിങ്ങളുടെ എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ ഈ സക്സസ് റേറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. IVFൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം 14 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ്, അതായത് ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബീറ്റ HCG വാല്യൂ 100 കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. ചില ഡോക്ടേഴ്സ് റീടെസ്റ്റിന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ 48 മണിക്കൂറിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. വാല്യൂ ഡബിൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. എന്നാൽ ചില ഡോക്ടേഴ്സ് റീടെസ്റ്റിന് പറയാതെ ഡയറക്റ്റ്ലി 2 ആഴ്ചയ്ക്ക് ശേഷം അൾട്രാസൗണ്ടിന്റെ ഡേറ്റ് തരും. ഇനിയും നിങ്ങളുടെ വാല്യൂ 5 തൊട്ട് 100 ഒക്കെ ഇടയ്ക്കാണെങ്കിൽ അപ്പോഴും വാല്യൂ നെഗറ്റീവ് അല്ല, പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. പക്ഷേ ബയോകെമിക്കൽ പ്രഗ്നൻസി ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. വാല്യൂ ഡബിൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വയബിൾ പ്രഗ്നൻസി ആണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് വാല്യൂ 5ൽ കുറവാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രാവശ്യം നിങ്ങൾക്ക് IVF നെഗറ്റീവായി, ഒരു പ്രാവശ്യം IVF നെഗറ്റീവ് ആയി എന്നോർത്ത് അതുകൊണ്ട് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ആകുന്നില്ല. വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ ഉഷാറായിട്ട് ഒന്നുകൂടെ ഈ പ്രാവശ്യം എന്ത് തെറ്റാണോ നിങ്ങൾക്ക് പറ്റിയത്, എന്ത് മിസ്റ്റേക്ക് ആണോ പറ്റിയത്, ഏത് ഭാഗത്താണോ നിങ്ങളുടെ IVFന് പിഴവ് സംഭവിച്ചത് അതിനെ തിരുത്തി അടുത്ത പ്രാവശ്യം വീണ്ടും IVF ചെയ്യുക. ഒരു 2 മാസത്തേക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് IVF ചെയ്യാവുന്നതാണ്. എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആണ് എങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ 3 മാസം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറയാറുണ്ട്. അത് കഴിഞ്ഞ് മെഡിക്കേഷൻസ് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇത്രയും നാളെ എടുത്തുകൊണ്ടിരുന്ന മെഡിസിൻ്റെ എണ്ണം കുറഞ്ഞു പോകും. റിസൾട്ട് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. പക്ഷേ ബെഡ് റെസ്റ്റ് അല്ല, ഒരുപാട് ഭാരമുള്ള ജോലികൾ, ഒരുപാട് വെയിറ്റ് എടുക്കുന്നത് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. ഇതുമൂലം നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല. ഇനിയും നിങ്ങൾക്ക് ട്വിൻസോ ട്രിപ്ലെറ്റ്സോ ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ കെയർ കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. IVF പ്രഗ്നൻസിയിൽ മുഴുവൻ 9 മാസവും ബെഡ് റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയാണ്. IVFന്റെ റിസൾട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്താണ്. അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എഗ് ക്വാളിറ്റി, സ്പേം ക്വാളിറ്റി, IVF ലാബ്, ഇതിൽ എല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ മാക്സിമം നിങ്ങൾ ക്വാളിറ്റി ഉള്ളതാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ IVF സക്സസ്സിലേക്ക് എത്തുക തന്നെ ചെയ്യും. IVF സക്സസ്സിലേക്ക് എത്തിക്കാൻ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഈ ഒരു സമയത്ത് ഹാപ്പി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. IVF ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ടൈമിലും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും IVF പ്രഗ്നൻസി ടൈമിലും മാക്സിമം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഇഷ്ടം അത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മടുപ്പുള്ള ടെൻഷനുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ടൈമിൽ ചെയ്യാതിരിക്കുക. പിന്നെ അത് മാത്രമല്ല IVFനെ പറ്റിയിട്ടും IVFന്റെ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടും ആ ഓരോ സമയത്തും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക. അതുമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. തെറ്റായ വിവരണങ്ങളും തെറ്റായ ഇൻഫോർമേഷൻസും നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്തു പോകുക. കാരണം അത് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ തലയിൽ കയറ്റി വെച്ചാൽ നിങ്ങൾക്ക് ടെൻഷനും സ്ട്രെസ്സും കൂടുകയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അത് നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശേഖരിക്കുന്ന ഇൻഫോർമേഷൻസ്, നിങ്ങൾ മനസ്സിലാക്കുന്ന ഇൻഫോർമേഷൻസ് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. IVFന്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 മാസം മുമ്പ് തൊട്ട്
തൊട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും വരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ആ ഒരു സമയത്ത് ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പാക്കേജ് ഫുഡ്സ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഡയറ്റിൽ നിങ്ങൾ മാക്സിമം വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പ്രോട്ടീൻസ് ഇതെല്ലാം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കഴിക്കുന്ന നോൺ വെജ് എന്തു ആയാലും നിങ്ങൾ അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെൽ കുക്ക്ഡ് ആയിട്ട് മാത്രം കഴിക്കുക. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. മാക്സിമം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കി നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. മെഡിസിൻസ് കറക്റ്റായിട്ട് ടൈംലി ഫോളോ ചെയ്യുക. ഇഞ്ചെക്ഷൻസ് കറക്റ്റായിട്ട് എടുക്കുക. പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ IVF സക്സസ്സിലേക്ക് എത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാനും സഹായകരമാകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാം.